നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ആവേശമായി കൊട്ടിക്കലാശം. പ്രതീക്ഷയോടെ മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലും പ്രചരണവുമായി മുന്നണികൾ. LDF വടക്കഞ്ചേരി മംഗലം തെരഞ്ഞെടുപ്പ് റാലികൾ നടന്നു. UDFിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി തെരഞ്ഞെടുപ്പ് പൊതുയോഗം. വർണ്ണാഭമായി മഞ്ഞപ്ര പൂത്തറ വേല. മഞ്ഞപ്ര ശ്രീ കുറുമാലി ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അവസാനിച്ചു. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന വിധി നിർണയത്തിന്റെ ഭാഗമായി കേരളത്തിലെ 2.25 കോടിയോളം വരുന്ന വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തും. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പൂർത്തിയായി. ജില്ലയിൽ ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും സജ്ജമാക്കി കഴിഞ്ഞു. കടുത്ത ചൂടിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് കുടിവെള്ളവും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വോട്ടെടുപ്പ് സമാധാനപരമായും നീതിപൂർവമാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശമായി കൊട്ടിക്കലാശം. പ്രതീക്ഷയോടെ മുന്നണികൾ. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണം ബുധനാഴ്ച വൈകുന്നേരം നടന്ന കൊട്ടിക്കലാശത്തോടുകൂടി അവസാനിച്ചു. 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ചാണ് കൊട്ടിക്കലാശം നടന്നത്. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ബുധനാഴ്ച ചിറ്റൂരിൽ നിന്നും ആരംഭിച്ച് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചതിന് ശേഷം തൃശൂർ വടക്കാഞ്ചേരിയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിന് ശേഷം വടക്കഞ്ചേരി ടൗണിൽ കൊട്ടിക്കലാശത്തോടുകൂടി സമാപിച്ചു. NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ചിറ്റൂരിലാണ് പരസ്യ പ്രചരണം അവസാനിപ്പിച്ചത്. പാലക്കാട് മണ്ഡലത്തിലെ LDF, UDF, BJP സ്ഥാനാർത്ഥികൾ പാലക്കാട് ടൗണിൽ കൊട്ടിക്കലാശത്തോടുകൂടി പര്യടനം അവസാനിപ്പിച്ചു. വ്യാഴാഴ്ച നിശബ്ദ പ്രചരണത്തിന് ശേഷം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. LDF വടക്കഞ്ചേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ UDFും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഒരുമിച്ച് ചേർന്ന് ഇടതുപക്ഷത്തെ തകർക്കണം. ആ ഒരു അജണ്ട മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇവർക്ക് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ സഹിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും നികുതി വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുക്കണം. അത് കേരളത്തിൽ നിഷേധിക്കുകയാണ്. 57,600 കോടി രൂപയാണ് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം BJP ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്. അവരാദ്യം ചെയ്തത് നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന
നൽകുന്ന ക്ഷേമ പെൻഷൻ അവസാനിപ്പിക്കാൻ പെൻഷൻ ഫണ്ടിനെ ആക്രമിച്ചു. ആ പെൻഷൻ ഫണ്ടിലെ BJPയും കോൺഗ്രസും സമരം നടത്തി കേരളത്തിന്റെ കടബാധ്യതയെ പട്ടികയിലേക്ക് പെടുത്തി. 35,000 കോടി ആ പെൻഷൻ ഫണ്ടിലുണ്ടായിരുന്നു. 2016 മുതൽ ഒരു മാസം പോലും ഇടതടവില്ലാതെ 2023 സെപ്റ്റംബർ മാസം വരെ നമ്മൾ പെൻഷൻ കൊടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, UDFന്റെ ഗവൺമെന്റ് 18 മാസത്തെ പെൻഷൻ കൊടുക്കാതെയാണ് അധികാരത്തിൽ പോയത്. ആ 18 മാസത്തെ പെൻഷൻ കൊടുത്തതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ അധികാരമേറ്റതിനു ശേഷം. സുരേഷ് അധ്യക്ഷനായിരുന്നു. TM ശശി, സണ്ണി ജോസഫ്, C തമ്പു, K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. LDF മംഗലം ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി നടന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. 25-ാം തീയതി ഒന്നുകൂടെ വോട്ടർമാരെ വോട്ട് ഉറപ്പിക്കുക എന്ന പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. 26-ന് രാവിലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും എന്നും വോട്ട് ചെയ്യാൻ ഉറപ്പിച്ചിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ജനങ്ങൾ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്നാണ്. ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്നതുമാണ്. എന്നാൽ ഈ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയുണ്ടാകുമോ എന്നതാണ്. ഹനീഫ അധ്യക്ഷനായിരുന്നു. CPIM ഏരിയ സെക്രട്ടറി T കണ്ണൻ, K കുമാരൻ, K ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണാർത്ഥം വടക്കഞ്ചേരിയിൽ പൊതുയോഗം നടത്തി. വടക്കഞ്ചേരി മന്നമൈതാനിൽ വെച്ച് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലം മുൻപ് ഞാനും നിങ്ങളും അരി വാങ്ങുമ്പോ 1 കിലോ അരിക്ക് എത്രയായിരുന്നു വില? 10 കൊല്ലം മുമ്പ് ഞാനും നിങ്ങളും പാചകവാതകത്തിന്റെ സിലിണ്ടർ വാങ്ങുമ്പോ എത്രയായിരുന്നു വില? അന്ന് പെട്രോളിനും ഡീസലിനും എത്രയായിരുന്നു വില? അതിന്റെ ഇരട്ടിയും ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 25 രൂപയ്ക്ക്, മാക്സിമം 25 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് 45 രൂപ കൊടുക്കണം. പാചകവാതക സിലിണ്ടർ 300 രൂപയിൽ നിന്ന് 1000-ഉം 1100-ഉം ആയിരിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇരട്ടിയായിരിക്കുന്ന സാഹചര്യമാണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാനും നിങ്ങളും ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയും നമ്മളുടെ വരുമാനം കിട്ടുകയും ആ വരുമാനം വെച്ച് കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മുടെ നിത്യ ചെലവ് കഴിച്ചു പോകാമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. ഇല്യാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായിരുന്നു. സുരേഷ് വേലായുധൻ, ജോബി മാസ്റ്റർ, ഡോക്ടർ അൾസനൻ നിസാം, റജി K മാത്യു, അഡ്വക്കേറ്റ് M ദിലീപ്, സെയ്ദ് അലവി എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി. AKTA സംസ്ഥാന സെക്രട്ടറി G സജീവൻ ഉദ്ഘാടനം ചെയ്തു. P ചന്ദ്രിക അധ്യക്ഷയായിരുന്നു. S സതീഷ് കുമാർ, C ബാലസുബ്രഹ്മണ്യൻ, M ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇടപെടൽ നമ്മൾ നടത്തുന്നത് ഏത് മേഖലയിലാണ്? ഇന്ന് തയ്യൽത്തൊഴിലാളികൾക്ക് വേണ്ടി 1995 കേരള നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടെ നിയമമാക്കിയ ഒരു നിയമത്തിൽ ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടലിന്റെ ദുരന്ത ഫലം ഇന്ന് 60 വയസ്സിൽ പൂർത്തീകരിച്ച് റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികളിൽ ആ ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ദുരന്ത ഫലം? 95 നിയമമായ ക്ഷേമനിധി നിയമത്തിന്റെ 25A പട്ടികയിൽ പറയുന്നു, തൊഴിലാളി അടയ്ക്കുന്ന അംശാദായം
2020 മാർച്ച് മാസം വരെ ഈ കേരളത്തിൽ 60 വയസ്സ് വരെ പൈസ അടച്ച് റിട്ടയർ ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളും സർവീസ് ആനുപാതികമായി അത് ലഭിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ആർ രവി മുഖ്യപ്രഭാഷണം നടത്തി. മുരുകൻ അധ്യക്ഷനായിരുന്നു. ആർ രമേഷ് ബാബു, പി സുബ്രഹ്മണ്യൻ, ആർ രവി, കെ പഴനിയാണ്ടി, എ സംഗീത, എം സൗമ്യ, വിനോദ്, പ്രിയ, സത്യൻ, കെ രാജീവ് എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ സമുദായത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിനും അതുപോലെ ഈ സംഘടനയുടെ ജനറൽ ബോഡിക്കും എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ വീരശൈവ സമുദായ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുക. വളരെ ദൂരെ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് 12:30 നമ്മൾ ഓൺലൈനായിട്ടും ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിലെ വീരശൈവർ അനുഭവിക്കുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ദീർഘകാലമായി ഏതാണ്ട് 4 പതിറ്റാണ്ടോളം വീരശൈവരുടെ പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 പതിറ്റാണ്ടോളം കേരളത്തിൽ വീരശൈവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നും മുഴുവൻ ഉപവിഭാഗങ്ങൾക്കും കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വീരശൈവ വിഭാഗം കേന്ദ്ര പിന്നോക്ക പട്ടികയിലുണ്ട്. എല്ലാ ഉപവിഭാഗങ്ങളെയും ചേർത്ത് വീരശൈവ എന്ന ഒറ്റ നാമധേയത്തിലാക്കി കുട്ടികൾക്ക് അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്രത്തിൻ്റെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യമോ തൊഴിലധിഷ്ഠിതമായ ആനുകൂല്യമോ ലഭിക്കാത്തൊരവസ്ഥ ഇതിൽ ഭൂരിഭാഗം ഉപവിഭാഗങ്ങൾക്കുണ്ട്. വർണ്ണാഭമായി മഞ്ഞപ്ര പൂത്രവേല മഹോത്സവം. ശ്രീ കുറുമാരി ഭഗവതിയുടെ മഞ്ഞപ്ര പൂത്രവേല വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മഞ്ഞപ്ര ദേശത്തിൻ്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ചുരുകിയും പള്ളിവാളും ചിലമ്പും എഴുന്നള്ളത്ത്, കേളിക്കൊട്ട്, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയോട് കൂടിയ എഴുന്നള്ളത്ത്, വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരുന്നു. രാത്രി തായമ്പകയും എഴുന്നള്ളത്ത് നടന്നു. പൂത്രദേശത്തിൻ്റെയും നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഈടുവെടി, പഞ്ചവാദ്യം, മേളം എന്നിവയോട് കൂടിയ എഴുന്നള്ളത്ത്, കരിമരുന്ന് പ്രയോഗം, രാത്രി തായമ്പക, എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ആവേശമായി കൊട്ടിക്കലാശം, പ്രതീക്ഷയോടെ മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലും പ്രചരണവുമായി മുന്നണികൾ. LDF വടക്കഞ്ചേരി, മംഗലം തെരഞ്ഞെടുപ്പ് റാലികൾ നടന്നു. UDFിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി തെരഞ്ഞെടുപ്പ് പൊതുയോഗം. വർണ്ണാഭമായി മഞ്ഞപ്ര പൂത്തറവേല. മഞ്ഞപ്ര ശ്രീ കുറുമാലി ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.